ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. അതിന്റെ ഗുണമെന്ന് പറയുന്നത് 99% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വലിയ ടാക്സ് ഒന്നും ഇല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങൾ വിറ്റഴിക്കാൻ പറ്റും. ഇതുമൂലം തിരിച്ചടി കിട്ടുന്നത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാന്റെ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇതുപോലെ ചെറിയ താരിഫിനാണ് നേരത്തെ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തിയത്. അന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വില നൽകണം. പക്ഷേ പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളെക്കാൾ ഗുണമേന്മയുള്ള ഇന്ത്യൻ വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും കുറച്ചു കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ലഭിക്കുന്നതോടുകൂടി പാകിസ്ഥാന്റെ കച്ചവടം കൂട്ടും. അപ്പോൾ ഒറ്റയടിക്ക് ഇന്ത്യ ഒരു കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി പാകിസ്ഥാൻ ഒരു തിരിച്ചടി കൂടി നൽകി. അങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക? ഇല്ല, അത് ശരിയല്ല. ഈ പാകിസ്ഥാൻ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഇതിനകത്ത് പരിശോധിച്ചിട്ടേ ഇല്ല. പാകിസ്ഥാൻ്റെ ട്രേഡ് എവിടെ പോകും, അവരെത്ര താരിഫ്, അവരെത്ര എക്സ്പോർട്ട് ചെയ്യും എന്നൊരു വിഷയമല്ല. കാരണം പാകിസ്ഥാൻ ജീവിക്കുന്നത് എക്സ്പോർട്ട് കൊണ്ടൊന്നുമല്ല. അവർ അമേരിക്ക കൊടുക്കുന്ന കാശ് കൊണ്ടാണ്. അത് IMF വഴി, വേൾഡ് ബാങ്ക് വഴി കൊടുക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പിച്ചക്കാരൻ പോയിട്ട് എൻ്റെ കാശൊന്നും ഇല്ല ചേട്ടാ, നീ ഒരുപാട് കടം മേടിച്ചല്ലോ, അല്ല ആ മേടിച്ച കടം എഴുതി തള്ളണം, നിങ്ങൾ പുതിയ കടം തരണം. അപ്പോൾ അത് എഴുതി തള്ളും. കാരണം അമേരിക്കയുടെ ആശ്രിതരായിട്ടാണ് പാകിസ്ഥാൻ കഴിയുന്നത്. ഒരു പിച്ചച്ചട്ടിയുമായിട്ടാണ് പാകിസ്ഥാൻ എപ്പോഴും നിൽക്കുന്നത്. അത് സൗദി അറേബ്യയിൽ തെണ്ടും. സൗദി അറേബ്യ പരസ്യമായിട്ടിരിക്കും പറഞ്ഞു, നിങ്ങൾ ഈ തെണ്ടാൻ മാത്രമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരരുത്, വേറെ എന്തെങ്കിലും കാര്യത്തിനും കൂടെ വാ, എപ്പോഴും നിങ്ങൾ വരുന്നത് തെണ്ടാനും. ഈ രീതിയിൽ പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വിഷയമില്ല. നമ്മൾ ഈ അമേരിക്കയിൽ ട്രംപ് ഉണ്ടാക്കിയ ഒരു അനിശ്ചിതത്വം ഉണ്ടല്ലോ, അമേരിക്ക എന്ന രാഷ്ട്രത്തിൻ്റെ ഒരു തറവാടിത്തം ട്രംപ് കളഞ്ഞു വെച്ചു. ഈ വാക്കിന് വ്യവസ്ഥയുണ്ടാവുക, അങ്ങനത്തെ ചില ക്വാളിറ്റീസ് അമേരിക്കൻ സാമ്രാജ്യത്വവാദികളാണ്, തല്ലിപ്പൊളികളാണ്, വെള്ളക്കാരുടെ ധാർഷ്ട്യമുള്ളവരാണ് ഒക്കെ ആണെങ്കിലും വാക്ക് പാലിക്കുന്നവരാണ്. അങ്ങനെ പെട്ടെന്നൊന്നും വാക്ക് മാറുന്നവരല്ല എന്നൊരു ധാരണ അമേരിക്കയെ പറ്റി പൊതുവെ ലോകത്തിനുണ്ടായിരുന്നു. ആ വിശ്വാസവും പിന്നെ കുറച്ചൊക്കെ അവരുടെ ബലപ്രയോഗമൊക്കെ ആയിട്ടാണ് ഡോളർ പ്രധാനപ്പെട്ട കറൻസിയായിട്ട്, ലോക കറൻസിയായിട്ട് മാറിയത്. ഇതൊക്കെ അമേരിക്കയുടെ കൺസിസ്റ്റൻ്റായ നയവും നിലപാടും കാരണമാണ് ശരി അമേരിക്ക സേഫാണ് എന്നൊരു തോന്നലുണ്ടായി. ആ തോന്നൽ സമ്പൂർണ്ണമായിട്ട് തകർത്ത് കളയുകയാണ് ട്രംപ് ചെയ്തത്. ട്രംപിൻ്റെ വരവിനെ സ്വാഗതം ചെയ്ത കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാൻ. ട്രംപ് വരണം എന്ന് ആഗ്രഹിച്ചു. നമ്മളുടെ അമേരിക്കൻ എംബസി ന്യൂഡൽഹിയിൽ, അവിടുത്തെ ഉദ്യോഗസ്ഥനുണ്ട് ജോൺ മേയർ. അങ്ങനെ വീണ ജോർജിനെ കണ്ടത്, വീണ ജോർജ് ഫോട്ടോ ഒക്കെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒമർ അബ്ദുള്ളയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ വന്നു. ഈ ജോൺ മേയർ എന്നെയും വന്ന് കണ്ടിരുന്നു എറണാകുളത്ത്. ഞാനതിന് പരസ്യമൊന്നും കൊടുത്തില്ല. ജോൺ മേയറിനോട് ചോദിച്ചു ഫോട്ടോ എടുക്കണോ, ഞാൻ പറഞ്ഞു വേണ്ട. എന്നെ സമയത്തോളം ജോൺ മേയർ കാണാൻ വന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമാണ്. അഖിലേന്ത്യാ തലത്തിൽ ഒരു സർവേയാണ് അവരുടെ, ഹൗ പീപ്പിൾ ബിഹേവ് വെൻ യു സീ ആൻ അമേരിക്കൻ. അമേരിക്കക്കാർക്ക് സാമാന്യമായ അനലൈസിങ് കപ്പാസിറ്റി ഉണ്ട്. മറ്റുള്ളവർ തങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കും. ഏറ്റവും വലിയ ഹിറ്റായിരുന്ന പുസ്തകമായിരുന്നു അവരുടെ സിയാവുദ്ദീൻ സർദാറിൻ്റെ വൈ പീപ്പിൾ ഹെയ്റ്റ് അമേരിക്ക. അങ്ങനെ ഒരു പുസ്തകം എഴുതി. എന്തുകൊണ്ടാണ് ജനം അമേരിക്കയെ വെറുക്കുന്നത്? ലോകം മൊത്തം കണ്ടിട്ടില്ലേ അമേരിക്കയോട് കാരണം കൂടാതെ ഒരു ദേഷ്യമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? കാരണമില്ലാതെ ആൾക്കാർ ദേഷ്യപ്പെടും. അത് ഏറ്റവും അധികം വിറ്റഴിഞ്ഞത് അമേരിക്കയിലാണ്. കാരണം അമേരിക്കക്കാർക്കും അറിയണമായിരുന്നു എന്താ ജനം നമ്മളെ വെറുക്കാൻ കാര്യം. അങ്ങനെ തങ്ങളെപ്പറ്റി മറ്റുള്ളവരെന്ത് കരുതുന്നു അതനുസരിച്ച് അവരുടെ നിലപാടൊന്നും മാറ്റില്ല. പക്ഷേ എന്താണ് സംഭവം എന്നവർ അറിഞ്ഞു. ഈ അറിഞ്ഞു വയ്ക്കലിൻ്റെ ഭാഗമായിട്ടാണ് ജോൺ മേയർ എന്നെ വന്ന് കണ്ടത്. അത് ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കഷ്ടിച്ചൊരു 2 ആഴ്ച മുമ്പായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ട്രംപ് ഒരു നാഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ട്രംപ് ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ട്രംപ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഭാരതത്തിന് സാമ്പത്തികമായ ശ്വാസം മുട്ടലുണ്ടാകുമെന്നും ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ ഞങ്ങളത് ഓവർടേക്ക് ചെയ്യും. ബട്ട് ഒരു നാഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ട്രംപ് അധികാരത്തിൽ വരട്ടെ, ദിസ് ഈസ് വാട്ട്. അപ്പോൾ ഈ അങ്ങേരും ഷെയർ ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപ് അധികാരത്തിൽ വരും എന്നുള്ളൊരു ഫീലിംഗാണ് എല്ലാ സ്ഥലത്തും.
അങ്ങനെ ട്രംപിനെ സ്വാഗതം ചെയ്ത കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അതിൽ ട്രംപ് നാഷണലിസ്റ്റാണ് എന്ന് പറയുമ്പോൾ ഒന്ന്, അന്നത്തെ ട്രംപിൻ്റെ പ്രസംഗങ്ങൾ എടുത്തു നോക്കുക. ഇസ്ലാമിക തീവ്രവാദത്തിന് ശക്തിയായിട്ട് നിൽക്കുന്ന മനുഷ്യനായിരുന്നു ട്രംപ്. അതെവിടെയാണെങ്കിലും ഞാൻ നേരിടും എന്ന് പറഞ്ഞു. ഇത് ട്രംപ് ചെയ്തില്ല അധികാരത്തിൽ വന്നതിന് ശേഷം. നാഷണലിസം എന്ന് പറഞ്ഞ സാധനം അദ്ദേഹം അന്യരാജ്യക്കാരോടുള്ള വിരോധം എന്നാക്കി മാറ്റി. അതിൻ്റെ അർത്ഥം സ്വന്തം രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുക, അതിൽ അഭിമാനം കണ്ടെത്തുക, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് മറ്റ് രാജ്യങ്ങളെ ഉപദ്രവിക്കുക, അതാണ് നാഷണലിസം എന്നാക്കി മാറ്റി. അപ്പോൾ പിന്നെ രക്ഷയില്ലാതായി ഈ മനുഷ്യൻ. മാത്രമല്ല അതിലൊരു കൺസിസ്റ്റൻസി വേണ്ടേ. രാവിലെ പറഞ്ഞ കാര്യം വൈകുന്നേരം പറയണ്ടേ, അതില്ല. ഇപ്പോൾ കഴിഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞ 13 ദിവസമായി ഇറാനെ ഞാൻ മൂക്കിലിട്ട് വലിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ 12ാമത്തെ ദിവസം ട്രംപ് പറയുകയാണ്, ഞാൻ ഇറാനുമായിട്ടൊരു ഡീലിന് തയ്യാറാണ്. ഡീലിന് തയ്യാറാണെങ്കിൽ ഈ ബഹളമൊക്കെ വെച്ച് എന്തിനാ? ആദ്യം ഡീലിന് തയ്യാറായിട്ട് ഡീല് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആയുധങ്ങൾ, കപ്പൽ അങ്ങോട്ട് വിടും. USS എബ്രഹാം ലിങ്കൺ അങ്ങോട്ട് പോയിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ശ്രീലങ്കയുടെ മൊത്തം പട്ടാളത്തിൻ്റെ അത്രയും പേര്, ഒറ്റ പടക്കപ്പൽ പ്ലസ് അതിൻ്റെ അനുസാരികളായ ചെറിയ പടക്കപ്പലുകൾ, വിമാനവാഹിനി, മിസൈല്, റോക്കറ്റ്, ഹെലികോപ്റ്റർ, അത് ഇതൊക്കെ ആയിട്ട് വലിയൊരു 10-200 ഏക്കർ സ്ഥലം കടലിൽ വേണം ഈ എബ്രഹാം ലിങ്കന് കിടക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള എബ്രഹാം ലിങ്കനെയൊക്കെ വിട്ട് ഇറാനെ വരട്ടേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടോ ഈ എബ്രഹാം ലിങ്കൺ എവിടെ കിടക്കുന്നു എന്ന് ആർക്കും അറിയില്ല. ഇത്ര വലിയ കപ്പൽ എവിടെ കിടക്കുന്നു ആർക്കും അറിഞ്ഞൂടെ. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എവിടെ കിടക്കുന്നു. നമ്മുടെ സാറ്റലൈറ്റ് ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാം ഇതൊക്കെ എന്താ എവിടെയാണ് കിടക്കുന്നത്. ഇറാനും ഇതറിയാം. ഈ നാടകം കളിക്കേണ്ട ആവശ്യം അങ്ങേർക്കുണ്ടായിരുന്നില്ല. അങ്ങേരുടെ ആശ്രിതരായിട്ട് പാകിസ്ഥാൻ മാറി. ഇപ്പോൾ പാകിസ്ഥാനെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശം നമുക്കില്ല. ഈ കൺസിസ്റ്റൻസി ഇല്ലാത്ത ട്രംപിൻ്റെ സാമ്പത്തിക രംഗത്തെ പെരുമാറ്റം, 25% താരിഫ്, ഉച്ചയാകുമ്പോൾ 50% താരിഫ്, ഉച്ച കഴിയുമ്പോൾ 10% കുറച്ചു എന്ന് പറയുക, ഈ അണ്ടുലേഷൻ സാമ്പത്തിക രംഗത്ത് നമുക്കെന്നല്ല ആർക്കും താങ്ങാൻ പറ്റില്ല. ഈവൻ അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റില്ല. അവർ വലിയ സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ട് അവരിപ്പോൾ താങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മളെ സമയത്തുള്ളൊരു സ്റ്റെബിലിറ്റി ആവശ്യമാണ്. അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലണ്ടുമായിട്ടാണ് ആദ്യം നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് FTA അത് വയ്ക്കുന്ന ഒരു 6 മാസം മുമ്പാണ് ഇംഗ്ലണ്ടുമായിട്ട് FTA സൈൻ ചെയ്തു നമ്മൾ. ബട്ട് ഇംഗ്ലണ്ട് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് EU. അവർ യൂറോപ്പാണ്, പക്ഷേ യൂറോപ്യൻ യൂണിയനിലെ അംഗമല്ല ഇംഗ്ലണ്ട്. അപ്പോൾ ബാക്കി യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് നമ്മളിപ്പോൾ കരാർ വെച്ചിരിക്കുന്നത്. അത് 5%, 10%, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കും ബെനിഫിഷ്യലാണ്, അവർക്കും ബെനിഫിഷ്യലാണ്. കാരണം അവർക്കും ഒരു സ്ഥിരത ആവശ്യമാണ്. അവരെയും ട്രംപ് മിസ്ബിഹേവ് ചെയ്യുന്നവരോട് കാനഡയെ ഇങ്ങനെ താരിഫ് അടിക്കുക, കുറയ്ക്കുക, കൂട്ടുക, അവരെ അപമാനിക്കുക. കാനഡ ഈസ് ലിവിങ് ബിക്കോസ് ഓഫ് US എന്ന് പറഞ്ഞു. ഞങ്ങളുള്ളതുകൊണ്ടാണ് കാനഡ കഴിഞ്ഞു കൊടുക്കുന്നത്. അവസാനം കനേഡിയൻ പ്രൈം മിനിസ്റ്റർക്ക് നിവൃത്തിയില്ല, അഭിമാന പ്രശ്നമല്ലേ, അങ്ങനെ പറഞ്ഞു താനുള്ളതുകൊണ്ടൊന്നും അല്ല ഞാൻ ജീവനോടെ ഇരിക്കുന്നത്, ഞാൻ കാനഡക്കാരനായതുകൊണ്ടാണ് ഞാൻ കാനഡക്കാരനായിട്ടിരിക്കുന്നത്, അല്ല തൻ്റെ സൗജന്യത്തിലല്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ വഷളായി അവരും വിഷമിച്ചിരിക്കുകയാണ്. മാന്യതയില്ലാതെ ഒരു രാഷ്ട്രത്തലവൻ സംസാരിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? അതേ ഭാഷയിൽ മറുപടി പറയാം, പക്ഷെ അങ്ങനെ ചെയ്താൽ അവരുടെ അന്തസ്സല്ലേ കുറയുന്നത്. അതെ, ഈ ശ്വാസം മുട്ടൽ ഷീ ജിൻപിങ്ങിനുണ്ട്, പുടിനുണ്ട്, മൊത്തം യൂറോപ്പിനുണ്ട്, പ്രത്യേകിച്ച് കാനഡയ്ക്കുണ്ട്. ഇപ്പോൾ ഗ്രീൻലൻഡ് കാരണം ഡെൻമാർക്കിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതെല്ലാം അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരും സ്റ്റേബിളായിട്ടുള്ള വലിയൊരു രാജ്യം ആണ് ഇന്ത്യ. ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്പുമായിട്ടും ഒരു കരാറ്, സൗത്ത് ആഫ്രിക്കയുമായിട്ട് നമ്മൾ നല്ല ടേംസിലാണ്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുമൊക്കെ ചേർന്ന് നമ്മൾ കരാറ്. അതുകൂടാതെ നമ്മുടെ ബ്രിക്സ് വേറെ. ഈ രീതിയിൽ കുറഞ്ഞ പക്ഷം നമുക്ക് തലവേദനയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യം നമ്മൾ നോക്കും.
പക്ഷെ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ നിലയ്ക്ക് നിർത്താമെന്ന് അമേരിക്കയിലെ മുമ്പുണ്ടായിരുന്നപ്പോൾ ഡീപ് സ്റ്റേറ്റോ അല്ലെങ്കിൽ അന്നത്തെ വരുന്ന പ്രസിഡന്റുമാരോ ഒക്കെ കരുതിയിരുന്നു. അതിനപ്പുറത്തേക്ക് മോദിക്ക് ചെല്ലാൻ കഴിഞ്ഞു എന്ന് ട്രംപ് സമ്മതിക്കുകയാണോ? അതിനപ്പുറത്തേക്ക് മോദി പോയിട്ടില്ല. മോദി അത് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ബൈപ്പാസ്. അതിനെ കവച്ചു വയ്ക്കാനൊന്നും പോയില്ല. കാരണം കവച്ചു വെച്ച് വെറുതെ ആരോഗ്യം കളയുന്നത് എന്തിനാ? ഇതിനെ അങ്ങ് ബൈപ്പാസ് ചെയ്യാൻ പോരെ. ഈ ചേട്ടന് പ്രശ്നമാണ്. നമുക്ക് ഒരു റൗഡി റോഡിൽ നിൽക്കുന്നു. നമുക്ക് രണ്ട് മാർഗ്ഗമാണ്. ഒന്ന് റൗഡിയുമായിട്ട് ഏറ്റുമുട്ടി അവനെ തോപ്പിച്ചിട്ട് കടന്നു പോവുക. അതല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് കട്ട് വഴി സിനിജി വാ നമുക്ക് ഇതിലെ പോയാൽ ദുരിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഷോർട്ട് കട്ട് വഴി ഇയാളെ ബൈപ്പാസ്, ഇയാൾ കത്തിയുമായിട്ട് അവിടെ നിന്ന് വാചകടിക്കും. മോദി ചെയ്ത് ഈ ഷോർട്ട് കട്ട് വഴി പോവുക എന്നുള്ളതാണ്. എന്തിനീ പറഞ്ഞത് ഇയാളുമായിട്ട് ഗുസ്തിക്ക് പോകുന്നു? എന്ത് കാര്യം? അയാൾ എന്ത് വേണേൽ പ്രഖ്യാപിച്ചിട്ട് ഒരു അക്ഷരം മോദി വേണ്ടിയിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ഞാനാണെന്ന് ഇപ്പോൾ എത്രയാ 36 തവണ മറ്റേ ഒരക്ഷരം മോദി പറഞ്ഞിട്ടില്ല. അങ്ങനെ പല ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം മോദി ഈസ് മൈ ഗുഡ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും. അത് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിടും. ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ മോദി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇയാളുമായിട്ട് ഇടപെടാൻ കൊള്ളില്ല. ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്ത മനുഷ്യനുമായിട്ട് എങ്ങനെ ഇടപെടുന്നത്? അപ്പോൾ അതുകൊണ്ട് മോദി ഇടപെടലങ്ങ് നിർത്തി. ട്രംപ് ഇല്ല എന്നുള്ള മട്ടിൽ മോദി പെരുമാറാൻ നോക്കി. നമുക്ക് ശല്യം വേണ്ടില്ല. ലോകം നന്നാക്കാനൊന്നും നമുക്ക് ഉദ്ദേശമില്ല. നമ്മൾ വിചാരിച്ചാൽ നടക്കുകയില്ല. ലോകത്ത് മുഴുവൻ സമാധാനം കൊണ്ടൊരു ഈ പരിപാടിയൊന്നും നടക്കുന്ന കാര്യമില്ല. നമുക്കതിനുള്ള പ്രാപ്തിയില്ല. നമ്മൾ എന്തിനു വെറുതെ ഈ വേണ്ടാത്തതിലേക്ക് തലവയ്ക്കുന്നു? ശരി, അയാളുടെ ഇപ്പം അയാൾ എത്രയാ 50-75%. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഗുഡ്സിന് അമേരിക്കയിൽ ഡ്യൂട്ടി എത്രയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ബിസിനസ്സുകാരെല്ലാം എന്ത് ചെയ്തു? അതാത് സമയത്ത് ഓർഡർ എന്തെങ്കിലും വരികയാണെങ്കിൽ ശരി, ഇന്ന വില പറ്റുമോ പറ്റില്ല വിട്ടേക്ക്. അതല്ലാതെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് അമേരിക്കയെ സമീപിക്കുക ആ പരിപാടിയൊന്നും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലില്ല. അവരെല്ലാം ഇതിൻ്റെ ഒറ്റ ഉദാഹരണം കൊണ്ട് നമുക്ക് ഈ ടോക്ക് അവസാനിപ്പിക്കാം. യൂട്യൂബ് എടുത്ത് നോക്കുക. യൂട്യൂബിൽ തിരുപ്പൂർ ടീഷർട്ടുകളുടെ പരസ്യം നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഈ ട്രംപ് വന്നതിന് ശേഷം പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ തിരുപ്പൂരിൻ്റെ പരസ്യം തുടർച്ചയായിട്ട് വന്നത്. അതുവരെ തിരുപ്പൂരിൻ്റെ പരസ്യം യൂട്യൂബിലില്ല. തിരുപ്പൂരിലെ തമിഴൻ അവൻ്റെ തമിഴ് ഇംഗ്ലീഷ് മാന്യമായിട്ട് ഹലോ വി ആർ എക്സ്പോർട്ടേഴ്സ് ഫ്രം തിരുപ്പൂർ ഓഫ് പ്യുവർ കോട്ടൺ ടീഷർട്ട്സ്. ഇപ്പോൾ അവർ ഫുൾ സ്ലീവ് ഉള്ള ടീഷർട്ട് പല ടൈപ്പിലൊക്കെ ഇറക്കുന്നു. അത് നിരന്തരം യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പൂരുകാർ സൂറത്തുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കി. സൂറത്തിൽ വലിയ ടെക്സ്റ്റൈലുകാരാണ്, പക്ഷേ അവർക്ക് മാർക്കറ്റിംഗ് അത്ര സമർത്ഥന്മാരല്ല. തിരുപ്പൂർ സിംഗിൾ പ്രോഡക്റ്റ് ഉള്ള ആൾക്കാരാണ്. ബനിയൻ, ടീഷർട്ട്, ഇത് മാത്രം. ഇതാണ് തിരുപ്പൂർ. മറ്റേതുണ്ട്, ബട്ട് തിരുപ്പൂരിൻ്റെ സ്ട്രെങ്ത് ഇതാണ്. അവർക്ക് നല്ല മാർക്കറ്റിംഗ് ശൃംഖലയുണ്ട്. അപ്പോൾ സൂറത്തുകാരൻ തിരുപ്പൂർ ചോദിച്ചു, ചേട്ടാ ഞങ്ങളുടെ സാധനം കൂടെ ഒന്ന് മാർക്കറ്റ് ചെയ്ത് തരാമോ? പിന്നെന്താ, സാധനം ഇങ്ങോട്ടായി ഞാൻ റെഡിയാക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ തിരുപ്പൂരിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ തിരുപ്പൂരും സൂറത്തും ചേർന്നുള്ള പരസ്യമാണ്. സൂറത്തുകാർ പരസ്യം ചെയ്യുന്നില്ല. അവർ തൂക്കി വയ്ക്കുന്ന ആൾക്കാരാണ്. സൂറത്തിൽ അഹമ്മദാബാദിലേക്ക് പോയിട്ടില്ലേ, 5 കിലോ സാരി. നിങ്ങൾ ഏതെങ്കിലും കുറച്ച് സാരി എടുക്കുക, 5 കിലോ, അത് ത്രാസിൽ വെച്ച് തൂക്കിയിട്ടാൽ അതിൻ്റെ കാശ്. ഇതാണ് സൂറത്തിലെ അഹമ്മദാബാദിലെ കച്ചവടം. മാസ് പ്രൊഡക്ഷനാണ്. ഇവർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കും, ഷർട്ട് ആക്കിയിട്ട് അത് വിൽക്കുന്നു. അവിടെ അങ്ങനെയല്ല, തുണി അങ്ങ് വിൽക്കുക. ഷർട്ടിൻ്റെ തുണി, പാൻറ്റിൻ്റെ തുണിയൊക്കെ 2 കിലോ പാൻറ്റ് എന്ന് പറഞ്ഞാണ് മേടിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് 3-4 പാൻറ്റ് തയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്ത് നമ്മൾ അമേരിക്കയോട് പോടാവില്ല എന്ന് പറഞ്ഞു. അമേരിക്ക എന്തെല്ലാം ബഹളമൊക്കെ വെച്ചു. 25% അഡീഷണൽ താരിഫ്. അടിച്ചു, ഏതായാലും കച്ചവടമില്ല, പിന്നെ താരിഫ് എത്രയായാലും ഈ രീതിയിലെത്തി. അപ്പം നമ്മൾ യൂറോപ്പുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കിയത് പാകിസ്ഥാനെ തോൽപ്പിക്കാനോ അമേരിക്കയെ തോൽപ്പിക്കാനോ ഒന്നുമല്ല, നമ്മളുടെയും യൂറോപ്പിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. വേറെ ആരുമായിട്ടും വെല്ലുവിളിയില്ല, ബഹളമില്ല. അതുകൊണ്ട് ആ മീറ്റിങ്ങിൽ സട്ടിലായിട്ട് പോലും മറ്റേതെങ്കിലും രാജ്യത്തെ വിമർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം, മദർ ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയും.
പക്ഷെ ഒരു കാര്യം സംശയം വരുന്നത് ഇപ്പോൾ ഈ ബ്രിക്സിൻ്റെ തലപ്പത്തേക്ക് ഇപ്പോൾ ഇന്ത്യ വരുന്നു, അവിടെ നിന്ന് ബ്രിക്സിൽ ഒരു മേധാവിത്വം ഇന്ത്യക്ക് കിട്ടുന്നു. ഇവിടെ അമേരിക്കയെ നമ്മൾ യാതൊന്നും ചെയ്യില്ല, കാരണം എക്കാലവും അമേരിക്ക നമ്മുടെ ട്രേഡ് പാർട്ണറാണ്. പക്ഷേ ഇപ്പുറത്തേക്ക് മാറി യൂറോപ്യൻ യൂണിയനിലേക്ക് മുഴുവൻ കച്ചവടം വ്യാപിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ മോദിയുടെ ഈ ബൈപ്പാസിംഗ് തന്ത്രം ലോകത്തെ ഒന്ന് അമ്പരപ്പിക്കുന്നില്ല, ഇത്ര ടാക്ടിക്സ് അല്ലേ ഇത്? ഇല്ല, അത് ലോകത്തെ അമ്പരപ്പിക്കുകയൊന്നുമില്ല. കാരണം ലോകത്തെല്ലാവരും ഇത് ചെയ്യുന്നു. നമ്മൾ ട്രംപിനെ ബൈപ്പാസ് ചെയ്ത് യൂറോപ്പുമായിട്ട് കരാറുണ്ടാക്കുമ്പോൾ യൂറോപ്പും ഇതുപോലെ ട്രംപിനെ ബൈപ്പാസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഡയറക്റ്റ് നമ്മളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓരോ രാജ്യവും ചെയ്യും. ഇപ്പോൾ ഇംഗ്ലണ്ട് ചെയ്തു, അതുപോലെ ജർമ്മനിക്ക് ചെയ്യാം, ഫ്രാൻസിന് ചെയ്യാം, കാനഡയ്ക്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം. അത് ചെയ്യാതെ യൂറോപ്യൻ യൂണിയൻ എന്നുള്ള ഒറ്റ ബോഡി ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്ന് അവരുടെ ഐക്യം അവർ കാണിക്കുന്നു, ഞങ്ങൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അമേരിക്ക പുല്ലാണ് എന്ന് ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് കൊടുക്കും. അപ്പം നമ്മൾ മാത്രമല്ല ബൈപ്പാസ്, നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല അമേരിക്കയെ. നമ്മളും സൗത്ത് ആഫ്രിക്കയും, നമ്മളും യൂറോപ്യൻ യൂണിയനും, നമ്മളും റഷ്യയും, നമ്മളും ചൈനയും, നമ്മളും റഷ്യയും ചൈനയും ചേർന്ന് ബ്രിക്സ്, ഇങ്ങനെ പല കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും? അപ്പുറത്തൂടെ ഒരാൾ വേണ്ടേ, എങ്കിലല്ലേ നമ്മുടെ ട്രേഡ് നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്രം അത് ചെയ്തു, നമ്മൾ മാത്രം മിടുക്കന്മാർ എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാവർക്കും അവരവരുടേതായ മിടുക്കുണ്ട്. നമ്മളാകെ ചെയ്തതെന്ന് വെച്ചാൽ ഈ മിടുക്കന്മാരുടെ ഒരു പൂളുണ്ടാക്കി, ചേട്ടാ നമുക്ക് ഒന്നിച്ച് നിൽക്കാം, അല്ലെങ്കിൽ ഇയാളുടെ ഈ ഭ്രാന്ത് വെച്ചിട്ട് ഇയാൾ പോകുന്നത്, ഇയാൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ 4 വർഷം അവിടെ പ്രസിഡൻ്റാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതൊന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് അവരുമായിട്ട് കച്ചവടം, അമേരിക്കയുമായിട്ട് കച്ചവടം ചെയ്യാൻ ഒരു തടസ്സമില്ല. ആർക്കെന്ത് കച്ചവടം വേണമെങ്കിലും ചെയ്യാം, ഈ കരാറുള്ളതുകൊണ്ട് അത് പാടില്ല, അങ്ങനെ ആരും പറയുന്നില്ല. അബ്സല്യൂട്ട്ലി ഫ്ലെക്സിബിളായിട്ട് നമ്മളുടെ സ്വന്തം താല്പര്യം നോക്കുന്ന കരാർ നമ്മൾ ഒപ്പിട്ടു. അതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.